ഇതിപ്പോ ഇൻവെസ്റ്റ്മെന്റ് വരാത്തൊരു കാരണം ഇത് നമ്മുടെ നാട്ടിലത്തെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ. ഒരു പ്രൈവറ്റ് നാഷണൽ ലീഗ് എന്ന് ഇപ്പൊ പറയേണ്ട ISL ഒരു പ്രൈവറ്റ് ലീഗ്, റിലയൻസിന്റെ ലീഗാണ്. FSDL എന്ന് പറഞ്ഞ റിലയൻസിന്റെ സബ്സിഡറി കമ്പനിയായ FSDL ആണ് ഇത് നടത്തുന്നത്. അപ്പൊ എന്തുകൊണ്ട് പുറമേ നിന്നുള്ളൊരു കമ്പനി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക? എന്താ വെച്ചാൽ ഫുൾ ബ്രാൻഡിങ് മുഴുവൻ റിലയൻസിന്റെ ആണ് കിട്ടുന്നത്. അപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ നാളെ ഒരു ലുലുവിനൊരു പൈസ ഇറക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കമ്പനി, ടാറ്റയോ ബിർലോ ആരായാലും, അവരെന്തുകൊണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യും? എന്താ വെച്ചാൽ ഇത് റിലയൻസിന്റെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ടാണ് എല്ലാവരും കാണുന്നത്. വേറെ ഒരു നാട്ടിലും ഒരു പ്രൈവറ്റ് കമ്പനി ലീഗ് നടത്തുന്നില്ല. ഒരൊറ്റ എവിടെ വേണമെങ്കിൽ നിങ്ങൾ പോയി നോക്കിക്കോളൂ. സ്പെയിൻ ആയാലും ഇറ്റലി ആയാലും ജർമ്മനി ഇംഗ്ലണ്ട് ഒക്കെ. അപ്പൊ അത് കാരണം ക്ലബ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ആൾക്കാർക്ക് താല്പര്യം. ഇപ്പൊ ഇന്ത്യൻ ഫുട്ബോളിലുള്ള പൈസ അത്ര വലിയ പൈസ ഒന്നുമല്ല. ഇപ്പൊ AIFF കഴിഞ്ഞ കൊല്ലത്തെ ബഡ്ജറ്റ് 132 കോടി റുപ്യായിരുന്നു. അതിപ്പോ നമുക്കതൊരു വലിയ സംഖ്യയാണ്. പക്ഷെ അത് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ $15 മില്യൺ എന്ന് പറഞ്ഞാൽ എംബാപ്പയ്ക്ക് 3 മാസത്തിൽ കിട്ടണ പൈസ. അത് ശരിക്കും ഒരു പൈസ തന്നെ അല്ല. ഇവിടുത്തെ എത്രയോ കമ്പനികൾ, ഇപ്പൊ ഞാൻ നേരത്തെ ലുലു ഒക്കെ പറഞ്ഞു, അവർക്കൊക്കെ ഈസി ആയിട്ടൊരു 30 മില്യൺ അവരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഡോളേഴ്സിലൊരു കൊല്ലം, ഒരു ടീമിനാണെങ്കിലും ലീഗിന്റെ പ്രൊമോഷൻ ആണെങ്കിലും. പക്ഷെ അവരെന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇത് റിലയൻസിന്റെ മാത്രം ഒരു ലീഗായിട്ടാണ് പലരും കാണുന്നത്. അത് ആദ്യം മാറ്റിയെടുക്കണം. അതല്ലാതെ നന്നാവാൻ പോകുന്നു.